കാലുമാറ്റം ഒരു വിസ്മയമാണെങ്കിൽ കേരളം ഇപ്പോൾ വിസ്മയങ്ങളുടെ കാലത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറി. നേരത്തെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ കാലുമാറിയാൽ അയാളുടെ ശരീരത്തിൽ ടാറൊഴിച്ചിരുന്നൊരു സമൂഹമാണ് കേരള സമൂഹം. അത്രമാത്രം ശക്തമായിട്ട് അവരവർ വിശ്വസിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂറ് പുലർത്തി അതിനൊപ്പം നിന്ന് പോയിരുന്ന ഒരു രാഷ്ട്രീയ ആദർശത്തിൻ്റെ ഒരു ജീവിതരേഖ കേരളത്തിനുണ്ടായിരുന്നു. അത് തകർന്നു. അത് പതുക്കെ ആണ് തകർന്നത് എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലം അതിൻ്റെ ഒരു വിസ്മയകാലമായി മാറിയിരിക്കുകയാണ്. പല പാർട്ടികളിലും വിസ്മയത്തിൻ്റെ ലഡു പൊട്ടുമ്പോൾ മുസ്ലിം ലീഗിന് തോന്നി തങ്ങൾക്കും ഒരു ലഡു പൊട്ടിച്ചാലെന്ത്. അങ്ങനെ കൊല്ലത്ത് മുസ്ലിം ലീഗ് നേരിട്ടവരുടെ കാർമ്മികത്വത്തിൽ ഒരു വിസ്മയത്തിൻ്റെ ലഡു പൊട്ടിച്ചു. അത് സുജാ ചന്ദ്രബാബു എന്ന CPM നേതാവിനെ മുസ്ലിം ലീഗിലെത്തിച്ചുകൊണ്ടാണ്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പലരും പറഞ്ഞില്ല എങ്കിലും പലരുമായിട്ടത് പറയാനായിട്ട് ശ്രമിക്കുന്നൊരു കാലം കൂടിയാണ്. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താനായിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അങ്ങനെ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് ആണ് പറഞ്ഞത്. ആ ചത്ത കുതിരയെ ഇപ്പോൾ ചുമക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്. അപ്പോഴാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അത് വർഗീയ പാർട്ടിയാണ് എന്ന് CPMൻ്റെ ഒരു നേതാവിനെ കൊണ്ട് പറയിപ്പിച്ച് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി മുസ്ലിം ലീഗ് എന്ന് പറയുന്നതായിട്ടുള്ള മതേതര പാർട്ടിയിലേക്ക് അവരെ കയറ്റിയിരുത്തി അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് മുസ്ലിം ലീഗ് നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൊല്ലത്ത് പോയി എന്നുള്ളതാണ്. അങ്ങനെ കൊല്ലത്ത് ഒരു മാർഗം കൂടലാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പുറത്തിറങ്ങി വന്നിരിക്കുന്ന സുജാ ചന്ദ്രബാബു അടുത്ത നാളിൽ പുനലൂരിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കും എന്ന് പറയുന്ന വാർത്തയും അവർ അതിനിടയിൽ പരത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തെക്കൻ കേരളത്തിലേക്ക് മുസ്ലിം ലീഗ് വരുന്നത് മതേതര പാർട്ടിയായിട്ടാണ്. മുസ്ലിമിൻ്റെ സ്വഭാവത്തോടുകൂടിയോ മുസ്ലിമിൻ്റെ മുഖഭാവത്തോടുകൂടിയോ മുസ്ലിമിൻ്റെ നാമധേയത്തിലോ അല്ല. അതാണ് സുജാ ചന്ദ്രബാബു എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിയുടെ ഒരു വലിയ സവിശേഷതയായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കാനായിട്ട് പോകുന്നു. മുസ്ലിം ലീഗ് ആ കാര്യത്തിൽ വൻ വിജയം നേടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ തകർന്ന തരിപ്പണമായിരിക്കുന്നത് CPM തന്നെയാണ്. കാരണം CPM എന്ന് പറയുന്ന ആ കേഡർ പാർട്ടിയുടെ കേഡർ സ്വഭാവത്തെ, അച്ചടക്കത്തെ, അതിൻ്റെ ആദർശനിഷ്ഠയൊക്കെ അവരുടെ തന്നെ നേതാക്കൾ പലയിടങ്ങളിലുമായിട്ട് മാന്തി പൊളിച്ച് തകർത്ത് തരിപ്പണമായി കഴിയുമ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന ഒരു സൃഷ്ടി എന്ന നിലക്കാണ് ഈ കൊല്ലം വിസ്മയം, അഞ്ചൽ വിസ്മയം നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്.